അതിന്റെ അകത്ത് നിന്ന് ശൂലമിയാണ് പറഞ്ഞൊരു വാക്കുണ്ട്, ശലോമോനെ നിന്റെ ചമ്മന പല്ലക്കിൽ ഞാൻ കയറുകയില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ പ്രിയ വെണ്മയും ചുവപ്പുമുള്ളവൻ കരമടിച്ചവൻ അവൻ 10,000 സുന്ദരൻ. ഹല്ലേലൂയ. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ച. എനിക്ക് ചെറിയ കമന്റ് സ്കെയിൽ കേൾക്കാം. ഓ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വീളിച്ച സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതര ജാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണ് പ്രതിമാണിക്കും വെടിയുകയില്ല ഞാൻ. ആ കൈ ഉയർത്തിക്കൊണ്ടത് പാടിക്ക്. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണ് പ്രതി. ആ കൈയടിച്ചോണ്ടത് പാടിക്ക്. ഈ മണ്ണ് പ്രതി മാറിക്കാൻ കഴിയില്ലെന്ന് പറയാ. ഈ കുമ്പിന്റെ മുകളിൽ എത്ര പേരുണ്ട്? വേണ്ട വേണ്ട. മണ്ണ് പ്രതി മണ്ണ് പ്രതി മണ്ണ് പ്രതി മാണിക്യം അതിന്റെ നിത്യതയാ. സർവംഗ സുന്ദര തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണ് പ്രതി. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാളിന്റെ വീട്ടിൽ നിന്ന് വേദപുസ്തകം ധ്യാനിച്ച് ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. കരുവനെന്നറിയോ? കാലുവാരിയും കസേരയുടെ സ്ക്രൂ അഴിച്ചു വിട്ടു, കസേര ഓടിച്ചു. ഇവിടെ അധികാരത്തിന് വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന തത്രപ്പാടുകൾ. ഒരു പത്രത്തിൽ കാണുന്നു വോട്ടിംഗ് മെഷീനുമായിട്ട് ഓടിയെന്ന്, വേറെ പത്രത്തിൽ കാണുന്നു വോട്ടിംഗ് മെഷീനുമായിട്ട് ഒരാൾ അവിടെ നിന്നെന്ന്. ഇതൊക്കെ കാണുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ തത്രപ്പാട്. പക്ഷേ നിങ്ങൾ ഓർത്തു വയ്ക്ക്, വെച്ച് നീട്ടിയ രാജാധികാര കസേര നോക്കിയിട്ട് മോശ പറഞ്ഞറിയാമോ? വേണ്ട. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? മിസ്രൈമിലെ സ്വർണ്ണക്കട്ടികൾ പളപള മിനുങ്ങുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ ആ സ്ട്രോങ് റൂമിലേക്ക് നോക്കിച്ച് പറയുക, നോ നീഡ്, എനിക്കിത് വേണ്ട. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് കൈ അടിക്കാൻ വേണ്ടി അടിക്ക് പ്രിയരെ. വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട, എനിക്ക് അധികാരം വേണ്ട, എനിക്ക് വേണ്ടത് നിത്യതയെ. എന്തൊരു വെളിപ്പാടല്ലേ, എന്തൊരു കാഴ്ചപ്പാടല്ലേ. അമ്മേ കഴിഞ്ഞ ദിവസം ഒരു പാസ് പ്രസംഗിച്ച് പറഞ്ഞൊരു വാക്ക് എന്റെ നെഞ്ചിനകത്ത് കൊണ്ട് നിൽക്കുക. വാക്കെന്നറിയാമോ? പൗലോസ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോ കപ്പലുടമ, കുറെ നാൾ കഴിഞ്ഞപ്പോ കൂടാരപ്പണിക്കാരൻ. നമ്മുടെ ആളുകൾ ഇറങ്ങുമ്പോൾ കൂടാരപ്പണി, കുറച്ചാൾ കഴിയുമ്പോൾ കപ്പലുടമ. നിങ്ങൾ എല്ലാരും പോയോ? ഇതിനിടയ്ക്ക് എന്നെ ഞാൻ എറണാകുളത്ത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചക്കൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല. അവൻ വളരെ ഗൗരവമായിട്ട് ചോദിച്ചു, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ വാസനിഷ്ഠ ആരോടാണ്? ഞാൻ പറഞ്ഞ അന്ത്രയോസിനോടാണ്. ഇവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നോട് ചോദിച്ചു, അന്ത്രയോസിനെ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞ ആരെ ഇഷ്ടപ്പെടണം എന്നുള്ളത് എന്റെ സ്വകാര്യതയിൽ, അതിനകത്ത് നീ കൈ കിടത്തുന്നത്. പറഞ്ഞു, അല്ല, അന്ത്രയോസിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ?
ഞാൻ പറഞ്ഞു അന്ത്രയോസിനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കാരണമുണ്ട്. അങ്ങനെ പുള്ളി ചോദിച്ചു മിറക്കിൾ എല്ലാം ചെയ്തോ? ഞാൻ പറഞ്ഞു മിറക്കിളൊന്നുമല്ല. അന്ത്രയോസ് ഒരു കൊച്ചിൻ്റെ ഇന്ന് 5 2 മീൻ മേടിച്ചു. മേടിച്ചപ്പോൾ 5 2 മീനും ഉണ്ടായിരുന്നു. കർത്താവിന് കൊടുത്തപ്പോഴും അത്രേ ഉണ്ടായിരുന്നു. നമ്മുടെ അന്ത്രയോസുമാരി 5 2 മീനുമായിട്ട് പോകുന്ന വഴിക്കും ആത്മാവിലാകും 2 അപ്പവും പോവും 1 മീനും പോവും. വിശ്വസ്തത കൈവരുത്തരാമേ പറഞ്ഞാണ്. എന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു കുന്നിന്റെ മേളിൽ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ വാഞ്ച ഞാൻ പറയാം. ഞാൻ കണ്ണ് തിരുമി അടയുന്നത് വരെ യേശു എനിക്കൊരു ട്രേഡ് മാർക്കല്ല. അവന്റെ പ്രാണനായി എന്നോട് കൂടെ നിൽക്കണം. വിട്ടേ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വന്ന് സമയം മുൻപോട്ട് പോയി. അത്യാവശ്യ കാര്യങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സുവിശേഷ പുസ്തകങ്ങൾ 4 എന്ന് ഗൗരവമായിട്ട് കേൾക്കണം. നമ്മൾ പെട്ടെന്ന് നിർത്തും, തീരെപ്പെടാം നമ്മൾ നിർത്തുന്നത് കണ്ടോണം. സുവിശേഷ പുസ്തകങ്ങൾ 4 മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും. 4 സുവിശേഷ പുസ്തകങ്ങൾ യേശുവിന്റെ ചരിത്രം സവിസ്തരമായി നമ്മളോട് അറിയിച്ചപ്പോൾ സുവിശേഷ പുസ്തകം എന്ന 4 പുസ്തകങ്ങൾ അവൻ എന്താണ് ജീസസ് എന്ന അറിവ് നമുക്ക് തരുമ്പോൾ സുവിശേഷ പുസ്തകത്തിന്റെ അപ്പുറത്ത് ലേഖന സമുച്ചയങ്ങൾ തുടങ്ങി 21 എണ്ണം അവൻ 4 സുവിശേഷങ്ങളിൽ കൂടെ യേശുവിനെ അറിയാം. എത്ര പേരെ കേൾക്കുന്നുണ്ട്? പക്ഷേ പുതിയ നിയമം സുവിശേഷം കൊണ്ട് അവസാനിക്കാത്ത എന്നറിയാമോ? ലേഖനങ്ങൾ എഴുതാൻ കാര്യം അവൻ നടപടിക്രമങ്ങൾ സഭയ്ക്കുള്ളത് കൊണ്ടാ. യേശുവിനെ കുറിച്ചുള്ള അറിവല്ല സ്വർഗത്തിൽ ഒരാളെ എത്തിക്കുന്നത്, അറിഞ്ഞവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു കാറ്റലോഗാണ് ലേഖന പുസ്തകങ്ങൾ. എത്ര പേരെ കരമുയർത്തി ആമേൻ പറയുന്നു? എങ്ങനെയും ജീവിക്കുന്നവൻ അവൻ എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലുകയില്ല. തിരുവനന്തപുരത്ത് ഒരു യോഗത്തിനിരിക്കുമ്പോ പത്രത്തിനകത്ത് ഞാൻ നോക്കുമ്പോ എറണാകുളത്ത് ഒരു കൂട്ടുകാരൻ ആക്സിഡന്റിൽ മരിച്ചു. അന്ന് അവന്റെ ശവമടക്കാൻ എനിക്ക് അവനെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ അന്ന് ഉപയോഗിക്കുന്ന ഒരു മാരുതിക്കാരാണ്. മാരുതി ഒരു 800. ഞാൻ അവിടുത്തെ പാസ്വേഡ് പറഞ്ഞ് എന്റെ പ്രിയ സ്നേഹിതൻ മരിച്ചു. എന്നെ ആരും വിളിച്ചു പറഞ്ഞു. അന്ന് ഫോണൊന്നും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി എടുത്തു. ഒരു മാരുതി എഴുന്നേറ്റ് നിന്ന് ചവിട്ടിയാലും എന്നാ സ്പീഡിൽ പോകും നിങ്ങൾക്കറിയാമല്ലോ. നാഷണൽ ഹൈവേ വഴി അങ്ങനെ പറന്ന് വന്ന് പലപ്പോഴും വല്ല വണ്ടീനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇടയ്ക്കൊക്കെ ലൈറ്റ് കൊണ്ട് ഹോണിഞ്ഞൊക്കെ പിടിച്ച് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് കണ്ണിനകത്തോടെല്ലാം തീ പറക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ എറണാകുളത്ത് വന്ന് സെന്റ് മാർട്ടിൻ ചർച്ചിന്റെ ഒക്കെ അവിടെ വന്ന് എന്റെ കൂട്ടുകാരന്റെ വീടിന്റെ അങ്ങോട്ട് കയറിയപ്പോ ബോഡിയും കൊണ്ടുപോയി. ഒയ്യോ, എനിക്ക് മരിച്ചവന്റെ അമ്മയേക്കാൾ സങ്കടം വന്നു. ഞാൻ അവിടെ നിന്ന് ഒരാളെ വെച്ച് കൊണ്ടുപോയോ? ആ പുത്തൻകുരിശ് സെമിത്തേരിലോട്ട് കൊണ്ടുപോയി. എനിക്ക് സെമിത്തേരി പോകാൻ വഴിയെടുത്തില്ല. ഇത് പറയുമ്പോൾ ഒരു കാറുകാരൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ആ വീട്ടുകാരൻ പറഞ്ഞില്ല അവന്റെ പുറകെ വിട്ടോളാൻ പറഞ്ഞു. ഞാൻ അവന്റെ പുറകെ 1.5 മണിക്കൂർ ഓടിയിട്ടും സെമിത്തേരി ചെന്നില്ല. അവസാനം വണ്ടി ഇവന്റെ ഫ്രണ്ടിൽ കയറ്റി വിലങ്ങി വെച്ച് ഞാൻ ചോദിച്ചു സെമിത്തേരി എത്തിയില്ലെന്ന്. അവൻ പറഞ്ഞു എന്റെ വീടെത്താറായെന്ന് പറഞ്ഞു. അയാൾ ബോഡി കണ്ടുവെച്ച് വീട്ടിൽ പോകുവാൻ. മനസ്സിലായോ? നിത്യതയ്ക്ക് പോകുന്നവരെ ലക്ഷ്യബോധത്തോടു കൂടി പോണം. ഓടി കണ്ടച്ച് വീട്ടിൽ പോയി മുഴ മാറാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വന്ന വല്ല ഏങ്ങോണിച്ചവന്മാരുടെ പുറകെ പോയാ. മൂന്നാമത്തെ കൊച്ചിനെ കഴിഞ്ഞ് ഞങ്ങളുടെ സഭ വന്ന ഒരു ആന്റി സാക്ഷ്യം പറഞ്ഞതാ മാവേലിക്കര വെച്ച്. എന്റെ 3ാമത്തെ കൊച്ചിനെ കൂടെ പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് കല്യാണം നടത്തി തരാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ശൈലി ചെയ്യുകയാണ്. ഞങ്ങളുടെ സഭയുടെ പേര് അവിടുത്തെ മാവേലിക്കര ചർച്ചിന്റെ പേര് ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന്. ഈ പുള്ളിക്കാരത്തി വായിച്ചത് മാരേജ് ബ്യൂറോ എന്ന്. നിന്റെ കൊച്ചിന്റെ കല്യാണം നടത്താൻ ആ ചർച്ചെന്ന് നിന്നോട് ഏത് പൊട്ടനാ പറഞ്ഞത്? പാസ് എന്റെ കോഴി ഒരു ദിവസം 2 മുട്ടയിടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരമ്മയുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അമ്മച്ചി അത് എന്നാ കൊടുത്തേക്കട. ഒരു കോഴി ഒരു ദിവസം 1 മുട്ടയിടുന്നത് എങ്ങനെയാണ്? കോഴിക്ക് അറിയത്തില്ല. അതെങ്ങനെ 2 മുട്ടയിടും? എന്നാലും അമ്മച്ചി എന്നോട് പറയാ പാസ്യമ്മ വൃത്തിയോട് പറയരുത്. ഇന്നലെ വന്ന ദൈവദാസൻ എന്റെ നേരെ വെല്ലച്ചൂണ്ടിയാ പറഞ്ഞ നിന്റെ നന്മ ഞാൻ ഇരട്ടിയാക്കാൻ പോവാണ്. അപ്പൊ കോഴി 2 മുട്ടയിട്ടേ വെച്ചോളൂ. ഞാൻ അതുപോലെ അമ്മമാരുടെ വീട്ടിൽ താമസിക്കുന്ന കോഴി ഉണ്ടെങ്കിൽ ഏതെങ്കിലും പൂവന്റെ പുറകെ ഇറങ്ങിപ്പോക്കണം. ഈ തവണയിലെ മുട്ട ഇടിച്ച് കൊല്ലും. നിങ്ങൾ ചിരിക്കുന്ന കൂടെ ചിന്തിച്ചോ പ്രിയരെ? എന്തിനായിരുന്നു ക്രിസ്ത്യാനിറ്റി?
എന്തിനാ നാം ഇറങ്ങിയത്? ഞാൻ ഇച്ചിരി പെന്തിക്കോസ് ഭാഷ ഒന്ന് ഉപയോഗിക്കുക. മീശ പഠിച്ചതും വെള്ളം കൊടുത്തതും കാതും കഴുത്തും പറിച്ചതും കലക്കവെള്ളത്തിൽ മുങ്ങിയതും അപമാനവും അതിരാഗങ്ങളും സഹിച്ചത് എന്തിനായിരുന്നു? മിസ്രൈമിൽ നിറക്കി ഇസ്രായേൽ മക്കളുടെ ചെരുപ്പ് തയ്യാതെ ഉടുപ്പ് ജീർണിക്കാതെ കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാ? അഗ്നി തുരത്തുന്ന പാല് കുടിക്കാനല്ല, കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയതാ. എത്ര പേര് ആമ പറയുന്നുണ്ട്? പൊടി പറക്കുന്ന ഈ വഴിയിലൂടെ ഓടിക്കയറി വരുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനൊരു ദൂതുണ്ട്. മുഴ മാറിയാലും നീ മരിക്കും, ക്യാൻസർ മാറിയാലും നീ മരിക്കും, എന്നാ നിനക്ക് വേണ്ടത് നിത്യജീവനാണ്. ഓ, കരമുയർത്തിയാമേ. എന്റെ തലയ്ക്കകത്തെല്ലാം വേദന എടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. എനിക്ക് തലയ്ക്കകത്ത് വേദന എടുക്കുന്നില്ല. ഈ സഹതാപം കൊണ്ട് ഗ്ലോറി പറയാനാ? ഞാൻ എന്റെ വേറെ പണി. അയ്യോ ദൈവദേവാസുര തലവേദന. ആമേൻ. വേണ്ട, ദൂത് പറയാം. ലേഖന പുസ്തകങ്ങൾ പ്രസംഗിക്കാൻ ഒത്തിരി നേരം വേണം. ഈ ലേഖന പുസ്തകത്തിലെ വാക്യം വായിച്ചാൽ തന്നെ ഈ ഉപദേശിമാര് മിക്കവാറും കഴിയുന്നിടത്തോളം പേര് ഇതൊക്കെ വായിക്കാത്ത കാര്യം അറിയോ? ഈ അടിവയറ്റിലെ കുടല് വായിക്കാത്ത വരും ലേഖനം പ്രസംഗിച്ച കാര്യം അറിയോ? വായിക്കാതിരിക്കുന്ന സ്വത്രം കൂടെ വിഴുങ്ങിപ്പോകും. ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ കർത്താവ് ചെന്നു ലാസറിനെ വിളിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് വന്നു. ചത്ത് കിടക്കുന്ന അമ്മമ്മയും ഗ്ലോറി പറയും. ഇത് ജീവിച്ചിരിക്കുന്നവരും കൂടെ ചത്തുപോയത് പ്രസംഗിച്ച അതാ വിഷയം. കാര്യം മരിക്കമില്ലാത്ത പദസംയോഗങ്ങളാണ് പൗലോസിന്റെതൊക്കെ. ശ്രദ്ധിക്കൂ, ലേഖന പുസ്തകങ്ങൾ ഗൗരവമായിട്ടാണോ കേൾക്കണേ? ലേഖന പുസ്തകങ്ങളുടെ സിംഹഭാഗവും പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ അധികായമായ വെളിപ്പാടുകളാണ്. ഈ ഒരാളുടെ സംഭാഷണ ശൈലി കേൾക്കുമ്പോൾ അറിയാം അയാളുടെ റവലേഷന്റെ തൂക്കം. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയില്ല. സംഭാഷണ ശൈലി കേൾക്കുമ്പോഴറിയാം അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നായനാർ സാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നായനാർ സാർ വളരെ സരസമായി സംസാരിക്കുന്ന ആളാണ്. നായനാർ സാർ ഒരാളുടെ അപ്പനെ വിളിച്ചാൽ ആ വിളി കേട്ടവൻ 3 ആഴ്ച കഴിഞ്ഞിട്ട് മനസ്സിലാക്കത്തുള്ളൂ അപ്പനായിരുന്നു വിളിച്ചതെന്ന്. അച്യുതാനന്ദ സാർ വാ തുറക്കുന്നതിനും പറയാം ഇപ്പൊ അപ്പം വിളിക്കുമെന്ന്. അത് അദ്ദേഹത്തിന്റെ ആഖ്യാന ശൈലികളുടെ പ്രത്യേകതയാണ്. ഇതുപോലെ പൗലോസിന്റെ ചില പദസംയോഗങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അവ പാറക്കല്ലടിച്ച് തീ പൊട്ടുന്നത് പോലെ പൊട്ടും. എന്തായിരുന്നു പൗലോസിന്റെ രീതി? ഞാൻ ഒരു വാക്കൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദാർശനിക മണ്ഡലം മനസ്സിലാകും. അവൻ നമ്മളിപ്പോ യോഗത്തിന് വന്നു. എനിക്ക് പ്രിൻസിപ്പാസിന്റെ ആ യോഗം നടത്തുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. സന്തോഷമാണ്. ഒരാളെ പോലും മുഷിപ്പിക്കാതെ എല്ലാവരും അവരിരിക്കുന്ന സഭയുടെ പേരും അവരുടെ പേരും ഒക്കെ പറഞ്ഞ് അവരെ വന്ദനം ചൊല്ലി, പ്രിയ പപ്പായെ വന്ദനം ചൊല്ലി, അങ്ങനെ എല്ലാവരും പറയേണ്ടതെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ യോഗത്തിന് വന്ന ആരും മുഷിയാതിരിക്കാൻ ചെയ്യേണ്ടതെല്ലാം നല്ല പദവിന്യാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആ കൃപയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പോട്ടെ. എന്നാൽ പൗലോസിന്റെ സംസാര രീതി കേൾക്കണം. ന്യൂയോർക്കിൽ നിന്ന് തോമാച്ചൻ നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പൗലോസ് പറയുകയില്ല, മിണ്ടുന്നില്ല. 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 7 ഏക്കർ റബ്ബർ തോട്ടമുള്ള അവറാച്ചാനിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നും പൗലോസ് പറയില്ല. അവറാച്ചാന് റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ പുള്ളി റബ്ബർ വലിച്ചു കെട്ടി വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. പൗലോസ് മിണ്ടുകയില്ല. ടെക്സാസിൽ 3 മക്കളുള്ള ചിന്നമ്മ അവിടെ എത്തിയിട്ടുണ്ടെന്നും പൗലോസ് അറിയത്തില്ല, പറയില്ല. പൗലോസിന്റെ അഭിവന്ദന രീതി കേട്ടിട്ടുണ്ടാവും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ക്ലെമന്റ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. പൗലോസിന്റെ നോട്ടത്തിൽ അന്തസ് റബ്ബർത്തോട്ടവും വണ്ടിയും കിണ്ടിയും ഒന്നുമല്ല. പൗലോസിന്റെ നോട്ടത്തിൽ അന്തസ് ഒരുവന്റെ പേര്. കയ്യോ നടിച്ചൊരാമ പറയാമോ? ഒരുവന്റെ പേര്. സഹോദര, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നീ സ്നാനപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി സംശയങ്ങളുണ്ട് അവിടെ. പൗലോസ് നിൽക്കുന്നത് ഭൂമി. ഒരു ആമീൻ പറയാവോ? ഈ ക്ലെമന്റ് എന്ന് പറയുന്ന പുള്ളി നിൽക്കുന്നതും സഹായിക്കേ ഭൂമിയിൽ. അപ്പൊ പൗലോസും ഭൂമിയിൽ, ക്ലെമന്റ് എന്ന് പറയുന്ന അച്ഛനും ഭൂമിയിൽ. ജീവന്റെ പുസ്തകം ഇരിക്കുന്നത് സ്വർഗത്തിൽ. സ്വർഗത്തിൽ ഇരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന ക്രമത്തിന്റെ പേരുണ്ടെന്ന് ഭൂമിയിൽ
എടുക്കപ്പെട്ടു. മൂന്നാം സ്വർഗത്തിൽ പോയി ചോദിച്ച പൗലോസ് പറഞ്ഞോ, എന്റെ അച്ഛാ അവിടെ ഒന്ന് പോണം, എന്നാ ഒടുക്കത്തെ ആപ്പിള്, എന്നാ മുടിഞ്ഞു ഓറഞ്ച എന്നല്ല പറയുന്നത്, എവിടെ ചെന്നാലും തീറ്റ. ഞാൻ 95 കോളേജിൽ പഠിച്ചത് PM ഫിലിപ്പ് സാറിന്റെ അടുത്ത്. അപ്പോ ഈ ഞങ്ങൾ അന്ന് PG അപ്പച്ചൻ എന്നെ പഠിപ്പിച്ച മിക്കവാറും ദേവദാസന്മാരല്ല ഇന്ന് നിത്യതയിലുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ കണ്ണിയൊക്കെ ആയിരുന്നു KC ചെറിയാച്ചൻ അപ്പച്ചനൊക്കെ. അദ്ദേഹം പോയി. അതൊക്കെ വലിയ നെഞ്ചിന്റെ വേദനകളാ. 17ാമത്തെ വയസ്സിലാണ് ഞാൻ പോയി അതിനകത്ത് കയറുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ PG മാസ്റ്റർ ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിന് ക്ലാസ് എടുത്തു. അപ്പൊ വെളിപ്പാട് പുസ്തകത്തില് ഭാവികാല പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം വൈഡൂര്യം മാണിക്യം മറുതലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ സ്വർഗീയ ഗോപുരത്തെ കുറിച്ച് എല്ലാം പറഞ്ഞേച്ച് അതിനിടയ്ക്ക് അപ്പച്ചന്റെ കയ്യടി കൊണ്ട് ക്ലാസ് നോക്കിക്കുമ്പോഴത്തെ അടിയുണ്ട്. 2 അടി അടിച്ചത്. ഇനി സമുദ്രം ഉണ്ടാകയില്ല ഇത് പറഞ്ഞപ്പോ ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ കണ്ണുനീരോടെ ദൈവത്തെ ശ്രദ്ധിച്ചപ്പോ ഒരച്ഛൻ എഴുന്നേറ്റ് ചോദിക്കാം, അപ്പൊ സ്വർഗത്തിൽ ചെന്ന മീൻ കൂട്ടാൻ പറ്റിയേ? അങ്ങനെ അപ്പൻ ചേട്ടാ, നിന്റെ ഈ മീൻ കൂട്ട് സ്വർഗത്തിൽ ചെന്നാലും തീരിയല്ലേ? നിത്യത്തെ കുറിച്ച് ഓരോരുത്തരുടെ വെളിപ്പാട് കേട്ടോ. നമ്മൾ ആരും മൂന്നാം സ്വർഗത്തിൽ പോയെങ്കിൽ ആപ്പിളിന്റെ വിസ്തീർണമൊക്കെ നമ്മൾ ബുക്കിൽ എഴുതിയത്. അതുകൊണ്ടാണ് നമ്മളെ ആരും നമ്മൾ ഇവിടെ തന്നെ നിർത്താൻ കൊണ്ടുതരാം. സ്വർഗത്തിൽ ചെന്നു എനിക്കറിയില്ല മാസം വായിക്കാൻ ഇവിടെ കിടന്ന ചാടാൻ തോന്നുന്നു. ഭൂമി നിൽക്കുന്ന പൗലൂസ് സ്വർഗത്തിൽ ഇരിക്കുന്ന പുസ്തകത്തില് കിടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ പൗലൂസിനോട് ചോദിച്ചിട്ട് ചോദ്യമുണ്ട്, പൗലൂസ് മലയാളിയാണോ? നിങ്ങൾ കേട്ടില്ല. പൗലൂസേ അങ്ങ് മലയാളിയാണോ? അങ്ങനെ സുഭാഷ അങ്ങനെ ചോദിച്ചത്. അല്ല, മറ്റുള്ളവരുടെ കാര്യം എത്തി നോക്കുന്നത് ഞങ്ങൾ മലയാളികളുടെ ജോലിയാണ്. എന്നാ തെളിവ്? കറണ്ട് പോയാൽ ഇവിടെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നോക്കും അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ, കണ്ടോ? അപ്പൊ എത്തുന്നോട്ടെ ഞങ്ങളുടെ ജോലിയാ. നീ ജയിച്ചോടാ, പ്രിൻസി തോറ്റു. എടാ നീ ജയിച്ചോ, അനൂപും തോറ്റല്ലോ. നീ ജയിച്ചോടാ, അഭിലാഷും തോറ്റു. നീ ജയിച്ചോ, ഞാൻ എപ്പോഴേ തോറ്റു. ഒരാൾക്ക് എപ്പോഴും പരാജയപ്പെട്ടവരുടെ ചരിത്രമേ പറയാനുള്ളെങ്കിലും അവരുടെ ലൈഫിൽ എവിടെയോ അതിന്റെ ഒരു ചുവ കാണും. പൗലോസ് പക്ഷെ പൊക്കിയെടുത്തത് മുഴുവൻ തോറ്റവരുടെ ലിസ്റ്റ് അല്ല, ജയിച്ചവരുടെ ലിസ്റ്റാ. കടവുയർത്തിയ രാമേ പറഞ്ഞാട്ടെ, തോറ്റവൻ ആ വഴിക്ക് പോട്ടെ. ഞാൻ ദൈവങ്ങളുടെ മർമ്മം പറയാം, ഓടുന്ന ബസ്സെ കയറിയിരിക്കാമെങ്കിൽ ആമെ കെട്ടിടം മരം പുറകോട്ട് പോകുന്നതാണ്. മുൻപോട്ട് പോയാൽ ബാക്കിയുള്ളവരെല്ലാം പുറകോട്ട് പോകുന്ന. ഞാൻ പൗലോസിനോട് ചോദിച്ചു, ഈ താങ്കൾ എന്തിനായി ക്ലെമന്തിന്റെ പേര് നോക്കിയത്? പൗലോസ് പറഞ്ഞേക്കണം, സുഭാഷേ ക്ലെമന്തിന്റെ പേര് നോക്കിയതല്ല, എന്റെ പേര് നോക്കി പോയ വഴി കണ്ടതാ. നിങ്ങൾ എത്ര പേര്? ഓമുത്തുമയമായി വിളങ്ങും പട്ടണമതാണ് പുത്തനരുശലപുരം, തത്ര ശോഭിതം ഇനി സ്വച്ഛസ്ഫടിക തുല്യം തങ്ക നിർമ്മിതമാ ആ പട്ടണം അതിന്റെ അങ്ങേ വർണ്യമല്ലഹോ. ഈ ആദ്യത്തോടെ പണിതൊരു വീട് കാണാൻ എന്ത് രസമല്ലേ? അങ്ങനെയാകുമ്പോ സ്വർഗത്തിൽ ചെന്ന എന്റെ വാസ ഒരു 10 വർഷം കണ്ടാലും തീരാത്ത. ഓ മുത്തുമയമായി വിളങ്ങും പട്ടണമതാണ്. പൗലോസ് പക്ഷേ ഇതൊന്നും നോക്കിയില്ല. പൗലോസ് ഓടിച്ചത് മുസാട് നോക്കി, എന്റെ പേരുണ്ടോ? ഇന്ന് രാത്രി അവൻ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ദൈവമക്കൾ ഈ മണ്ണ് വെട്ടി നിരത്തി ഇവിടെ യോഗം വെച്ചത് ആരെങ്കിലും മുഴ കണ്ടിക്കാനല്ല. നിന്റെ പേര് ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. നീ രക്ഷിക്കപ്പെട്ടോ. സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ടോ. ഇതാ പൗലോസിന്റെ ആത്മദർശനം. പൗലോസ് പറഞ്ഞ 4 കാര്യങ്ങൾ തൊട്ട് പറഞ്ഞ് സമയം മുമ്പോട്ട് പോവാ. 10 മിനിറ്റ് എടുത്താൽ കുഴപ്പമുണ്ടോ?
അല്ലെങ്കിൽ 10 മിനിറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് എടുക്കുന്നത് നമ്മുടെ സ്വഭാവമാണല്ലോ. പക്ഷെ 14 മിനിറ്റാണ് ഞാൻ നിർത്തും. പൗലോസ് 4 കാര്യം പെട്ടെന്ന് നിർത്താവേ. എനിക്ക് കൊച്ചു കാര്യം. പൗലോസ് 4 കാര്യം ആമേൻ ലേഖനങ്ങൾ എഴുതി. 1, യേശു മടങ്ങി വരുമെന്ന് എഴുതി. 2, യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് എഴുതി. 3, ക്രിസ്തു ആരാന്ന് എഴുതി. 4, what is church, എന്താണ് സഭയെന്ന് എഴുതി. 4 കാര്യം പൗലോസ് എഴുതി. എബ്രായ ലേഖനത്തിൽ എബ്രായ ക്രിസ്ത്യാനികൾ യോധീര മുലാഞ്ചിക്ക് പോകണം. പൗലോസ് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെ എന്ന് പറയാനുള്ള പൗലോസിന്റെ തീവ്രത വെളിപ്പെട്ടു. ഒത്തിരി വിശദീകരിക്കാറുണ്ട്. മോർ ആൻഡ് മോർ മേഖലകൾ കൂടെ പോകാനുണ്ട്. വിടുക. നിങ്ങൾ ഇപ്പോൾ എവിടെ? ഇത് ആരോടാ പറയുന്നത് അറിയാമോ? യെരൂശലേം ദേവാലയത്തിൽ ആരാധിച്ചവരോടാ. പ്രിൻസിപ്പാൾ പറയണ എത്ര നേരമാണ് വാസ്തുവാണ്. ദേവദാസന്മാര് 4 കുന്നിന്റെ മുകളിൽ ആകാശത്തെ വെച്ച് നിൽക്കുന്ന ഒരു ദേവാലയം. കെട്ടുകണക്കിന്, കിലോ കണക്കിന്, ടൺ കണക്കിന് സ്വർണം കയറ്റി വെച്ച് പണിത. ഉപകരണങ്ങൾ 7, യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിന്റെ മേശ, ഇടങ്ങഴി മാവ് വെച്ച്, ആറാറ് വെച്ച്, 12 അപ്പം, 2 അടുക്ക്, 114 റാത്തൽ തൂക്കമുള്ള പുഷ്പങ്ങളും പുഷ്പപുടങ്ങളുമായി നിരന്ന് കത്തുന്ന നിലവിളക്ക്, യാഗപീഠത്തിന്റെ തീ സൂക്ഷിക്കുന്ന ധൂപപീഠം, ആമേ സാക്ഷ്യപ്പെട്ടകം, അടിപ്പ് പണിയായി ഉണ്ടാക്കിയ കൃപാസനം, അതിനകത്ത് അഹരോന്റെ തളർത്തവടിയും നിയമത്തിന്റെ കൽപ്പലകയും മണ്ണയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും, പൗരോഹിത്യ വസ്ത്രങ്ങൾ 7, ഉള്ളങ്കി, നീളങ്കി, മാതളപ്പഴം, മണി, അരക്കെട്ട്, നടുക്കെട്ട്, നീലനൂല്, ധൂമ്രനൂല്, പിരിച്ച പഞ്ഞിനൂല്, വെള്ളനൂല്. എന്നെ കണ്ണുവീഴ്ച നോക്കണ്ട, ഇതൊക്കെ വേദപുസ്തകത്തിൽ ഉള്ളതാണ്. ഉള്ളിൽ ചണവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പാർശ്വത്തിൽ 10 ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പേരും മറുപാർശ്വത്തിൽ 10 കൽപ്പനയും എഴുതിയിട്ടുമുണ്ട്. രാജാധികാര കസേര പോലും നട്ടെല്ല് വണങ്ങി നമസ്കരിക്കുന്ന പൗരോഹിത്യ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം. പ്രാകാരങ്ങൾ 4, പുരോഹിത പ്രാകാരം, ജാതികൾ, യഹൂദന്മാരിൽ ആണുങ്ങളുടെ പ്രാകാരം, പെണ്ണുങ്ങളുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം. ഞാൻ ചുമ്മാ എടുത്തൊരു കണക്കിനകത്ത് ഞെട്ടിപ്പോയി. ഒരു ടേണിൽ നിൽക്കുന്നത് PG കഴിഞ്ഞ് നിൽക്കുന്ന പുരോഹിതന്മാര് 14,700 പേരാ. അപ്പൊ മനസ്സിലായി കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ചർച്ച കിട്ടാതെ നിൽക്കുന്ന പാസ്റ്റർമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിക്കുള്ളൊക്കെ എങ്ങനെ പറയാം? PG എന്ന് പറഞ്ഞിട്ട് പിടി കിട്ടിയില്ലേ? ലൈറ്റ് താമസിച്ച് കത്തുന്നത്. 14,700 പുരോഹിതന്മാർ ടേണിൽ നിൽക്കുന്നു. 10,000കണക്കിന് മൃഗങ്ങള് കഴുത്ത് വെട്ടി തോലിരിച്ച് മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകി അഗ്നിക്കിരയാക്കി യാഗം നടത്തുന്നു. ഒരു യോഗത്തിന് കുറഞ്ഞത് 3 ലക്ഷം ആളുകൾ തുടർമാനമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആരാധനയുടെ ഞാൻ ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാ. എടാ പാട്ടുകാരെ ഇവിടെ എന്നെ നോക്കിക്കടാ, അതൊക്കെ മാത്രം എന്ന് നോക്ക്. 4,600 പേര് എന്ന് നോക്കണം മക്കളെ. യോഗം കഴിഞ്ഞാൽ നിങ്ങളുടെ ശിശുവിടെ തീരുള്ളൂ. 4,600 പേര് യെരൂശലേം ദേവാലയത്തിൽ ആരാധനക്കാരാ. ഈ കിണ്ടാമണ്ടിയിട്ട് നമ്മളെ കൊണ്ട് വിരല് വെക്കുമ്പോൾ ജനത്തിന്റെ മേലെ അഭിഷേകം വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ മേലെ ഉണ്ടായിരിക്കണം. യെരൂശലേം ദേവാലയത്തിലെ ആരാധനക്കാര് 4,600 പേരാ. ഇനി അവരുടെ പാട്ടിനെ കേൾക്കണോ? ഇവിടെ ഇപ്പം മാണിപ്പാസിന്റെ സെറ്റ് റൂഫോസ് സൗണ്ട്, ഡൈനാടെക് അവിടെ പെട്ടി, ആ താഴെയിരിക്കുന്ന പെട്ടി ഇടിക്കുന്ന പെട്ടിയാ. അറ്റാക്കുള്ളവന്റെ നെഞ്ചേട്ട സാധനം വന്ന് ഇടിക്കണം. അവന് വൈരാഗ്യമുള്ള ആരെങ്കിലും മുമ്പിൽ വന്നിരുന്നാൽ അവൻ കൂട്ടി വെച്ച് ഒറ്റ ഇടിക്ക് ആത്മാവിലെ പുറകെ പോയി വീഴും. കണ്ടോ, ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം. അവർ പെന്തിക്കോസുകാരായതുകൊണ്ടും അവരുടെ അപ്പൻ ഒരു പ്രസംഗകനായതുകൊണ്ടും ശബ്ദത്തിന്റെ കാര്യത്തിൽ അവർ പിശുക്ക് കാണിക്കുകയല്ല. അവർ ഓളിയും കൂട്ടി തരും. നിന്നെ പുകഴ്ത്തുവാ, കുറച്ചാ ഞാൻ തിരിച്ചു പറയും. ഹല്ലേലൂയ. കണ്ടോ, അവർക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ യെരൂശലേം ദേവാലയത്തിൽ ഡൈനാടെക് ഇല്ല, പോപ്സ് ഇല്ല, ആ ഹൂജയില്ല, ഒരു ഹൂജയില്ല. അവിടെ സിസ്റ്റം അല്ല, വായ്ത്താലിയ. ഒരാമൻ പറഞ്ഞേ, എന്താ വായ്ത്താലി? 4,600 പേരുടെ പാട്ട് കേൾക്കണോ? ഇങ്ങനെ അവർ പാടി, കേറിയപ്പോ പാടി, ഇറങ്ങിയപ്പോ പാടി, ആലയത്തിൽ പാടി. ചരിത്രം കേൾക്കണോ? മൈക്കില്ലാതെ അവർ പാടിയിട്ട് അവരുടെ പാട്ട് 10 കിലോമീറ്റർ കേട്ടമ്മ. കടമുയർച്ച രാമൻ പറയാമോ? എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരുടെ ആയിരുന്നു പറയാം. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ആള് കയറിയത് പാസ്റ്റർ ഫ്ലെക്സ് അടിച്ചപ്പോഴല്ല, ആരാധന മുഴക്കം കേട്ടപ്പോഴാ. സഭക്കകത്ത് ആരാധന വെളിപ്പെട്ടാൽ ജനം കയറും, പ്രസംഗം വെളിപ്പെട്ടാൽ സ്നാനം നടക്കും. അവിടെ കൈയടിക്കാതിരിക്കുന്നവരുടെയൊക്കെ കൈയുടെ കണക്കിട്ട് ഒരു അടി കൊടുത്ത്
അങ്ങനെ ഞങ്ങൾ അടിക്കിട്ട് വേണ്ട, ഞങ്ങൾ വല്ലവരോടും പറയാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 24 വർഷമായിട്ട് പ്രിൻസിപ്പാൾ ഞാൻ ചർച്ചിന്റെ പാസ്റ്ററാണ്. ഞാൻ സഞ്ചാര സുവിശേഷിയല്ല. ഞാൻ ബൈബിളിലെ ഏറ്റവും ബഹുമാനിക്കുന്ന ശുശ്രൂഷ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയാണ്. ആമേൻ. രാവും പകലും ഇല്ലാതെ ഉറക്കളച്ച് ഓടുമ്പോഴും ഈ കഴിഞ്ഞ 24 വർഷമായി ബസ് സ്റ്റാൻഡിലും റോട്ടിലും വഴിവെക്കലും പെട്രോൾ പമ്പിലും കിടന്നാ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നത്. നല്ല ഭക്ഷണം കഴിച്ചില്ല. ആമേൻ ആമേൻ. എപ്പോഴും അലഞ്ഞു നടന്നു. പക്ഷെ ഒരിക്കൽ പോലും സഭാ ചാർജ് വിട്ടില്ല. കാര്യം എന്തറിയോ? ഇതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷയാണ്. മണവാട്ടി സഭയെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷ. ഞാൻ ശുശ്രൂഷിക്കുന്ന എല്ലാ ചർച്ചയോടും ഞാൻ പറയും, അകത്ത് വന്നിരുന്ന് ടാറ്റ അടിക്കാതെ ജനം ആരാധിച്ചാൽ ആത്മാക്കൾ വരും, വചനം വെളിപ്പെട്ടാൽ സ്നാനം നടക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇങ്ങനത്തെ ഒരു ഇരിശിലേം ദേവാലയത്തിന്റെ അകത്തുനിന്ന് പ്രസംഗിച്ച ആളെ ഇറക്കിയ ആളാ പൗലോസ്. അപ്പൊ അതെന്നാ പ്രസംഗം? മണലാട് പള്ളി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ലൈറ്റിന്റെ വിലയുണ്ടോ നമ്മുടെ ചർച്ചിൽ? മൊത്തം മനസ്സിലായില്ലേ? ഞാൻ ആരെയും കുറ്റം പറഞ്ഞറിയാം. അവരൊക്കെ പോയി നിന്ന് കണ്ടാരാധിക്കുന്ന ചർച്ച എന്തോ